കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 12 മുതൽ 17 വരെയും 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദക്കാപോളിസ്, ജെറുസലേം, യൂദയ, ജോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നാം കൊണ്ടു നടക്കേണ്ട ദൈവരാജ്യത്തിൻ്റെ ചില പ്രധാനപ്പെട്ട മർമ്മങ്ങൾ യോഹന്നാൻ സ്ലീഹയിലൂടെയും സുവിശേഷത്തിലൂടെയും കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഹോദരനെ സ്നേഹിക്കാത്തവൻ. യോഹന്നാൻ സ്ലീഹ പറയും, സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കള്ളം പറയുകയാണ്. നമ്മുടെയൊക്കെ ആത്മീയത എത്രമാത്രം സത്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലാണ്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം നമുക്ക് അളക്കാൻ പറ്റുകയില്ല. അതിനൊരു മാനദണ്ഡം കൃത്യമായിട്ടില്ല. നമുക്കെന്തെങ്കിലും ഒരു സ്കെയില് വെച്ച് നമ്മുടെ പനിയെ കളക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ അളന്ന് മേടിക്കുന്നത് പോലെയൊന്നും നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തോടുള്ള ബന്ധം, നമ്മുടെ ആത്മീയ വളർച്ച എത്രമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിൽ തന്നെ പറ്റില്ല. പിന്നെ അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ, എത്രമാത്രം നമ്മൾ ദൈവത്തിങ്കിലേക്ക് വളരുന്നുവോ അത്രമാത്രം നമ്മൾ സഹോദരങ്ങളിലേക്ക് വളരും. എത്രമാത്രം നാം ദൈവസ്നേഹത്തിൽ വളരുന്നു എന്നതിൻ്റെ അടയാളം, അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് എത്രമാത്രം നാം സഹോദരങ്ങളിലേക്ക് വളരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ഒരു ദൈവ പൈതലിന് ആ കരങ്ങൾ പരിശുദ്ധമാകുന്നത്, നിർമ്മലമാകുന്നത്, സത്യമാകുന്നത്, പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നത് ദൈവത്തിങ്കിലേക്ക് വിരിച്ച കരങ്ങൾ സഹോദരങ്ങളിലേക്ക് കൂടി വിരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ്. ഇത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ആദ്യ ഭാഗം ഒക്കെയാണ്. ദൈവത്തിങ്കിലേക്ക് കരങ്ങൾ ഉയർത്താനും പ്രാർത്ഥിക്കാനും തമ്പുരാനെ വിളിക്കാനൊക്കെയുള്ള ഒരാത്മീയ ആഗ്രഹവും ദാഹവും അതിനുവേണ്ട പരിശ്രമമൊക്കെ നമ്മൾ നടത്താറുണ്ട്. പക്ഷെ തത്തുല്യമായ രീതിയിൽ സഹോദരങ്ങളിലേക്ക്, അവരുടെ വേദനകളിലേക്ക് അവരെ ദൈവസ്നേഹത്തിൽ കരുതാൻ, അല്ലെങ്കിൽ എന്നിൽ ദൈവാത്മാവ് വസിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളതെന്നും എന്നെ എൻ്റെ കർത്താവ് അവൻ്റെ ശരീര രക്തങ്ങൾ കാൽവരിയിൽ ബലിയായി നൽകി വീണ്ടെടുത്തതുപോലെ എൻ്റെ കൂടെ വസിക്കുന്ന ഈ ദൈവമകനെയും മകളെയും ഈശോ തൻ്റെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയതാണെന്നും എന്നെപ്പോലെ തന്നെ ദൈവസന്നിധിയിൽ
വിലയുള്ളവളാണ് എൻ്റെ സഹോദരനും സഹോദരി എന്നും തിരിച്ചറിയുന്നിടത്താണ് ആത്മീയതയ്ക്ക് അർത്ഥം വരിക. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയ്ക്കൊന്നും അർത്ഥമില്ല. അതുകൊണ്ടാണല്ലോ പിതാവായ ദൈവം പുത്രനായ ഈശോയെ നമുക്കായി നൽകി. എന്തുകൊണ്ടാണ്? ആ സ്നേഹത്തിൻ്റെ നൽകലാണ് സ്വന്തം പുത്രനെ നൽകിയത്. പിതാവായ ദൈവം സ്നേഹമാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ സ്നേഹം തന്നെയായ ദൈവം സ്നേഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ്. അതെങ്ങനെയാണ്? സ്നേഹം നൽകി, പുത്രനെ നൽകിക്കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു. അതാണ് യോഹന്നാൻ 3:14 നാം വായിക്കുന്നത്. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്വന്തം പുത്രനെ നൽകുവോളം അവൻ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചുവെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുക. അപ്പോൾ നമ്മളിൽ എത്രമാത്രം ദൈവസ്നേഹം വളർച്ച പ്രാപിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ എത്രമാത്രം നമ്മൾ അപരനിലേക്ക് ഇറങ്ങാൻ, അപരൻ്റെ വേദനകൾ, അപരൻ്റെ കുറവുകൾ, ബലഹീനതകൾ, അപരൻ നമ്മളെ ഏൽപ്പിച്ച മുറിവുകൾ, വേദനകൾ, ഇതൊക്കെ എങ്ങനെ ദൈവസ്നേഹത്തിൽ നാം ചേർത്ത് പിടിക്കാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. പലതര ജീവിതത്തിൽ നമ്മൾ സഹോദര സ്നേഹത്തിൽ വളരാനുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നിടത്താണ് ഈ സ്നേഹം പൂർണ്ണത പ്രാപിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഇപ്പോൾ ഇന്ന് വായിച്ചു കേട്ടതിൻ്റെ തുടർച്ചയെന്നോണം വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും, ഒരു സംശയവുമില്ല. എപ്പോൾ? ഒന്ന്, ദൈവഹിതമനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുക. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന? ഒറ്റ വാക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സഹോദരങ്ങളെ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഇത് തന്നെയാണ് ദൈവഹിതം. ദൈവഹിതം പാലിക്കുകയും ദൈവകൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലാം നിറവേറ്റി കൊടുക്കും എന്ന് തന്നെയാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും നിറവേറ്റപ്പെടാതെ പോകുന്നതിന് പിന്നിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, ദൈവത്തിലുള്ള ദൈവകൽപ്പനകളിലുള്ള വിശ്വാസക്കുറവ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസക്കുറവ്. രണ്ട്, സ്നേഹത്തിലുള്ള കുറവ്. എവിടെയൊക്കെ സ്നേഹത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ, കർത്താവിലുള്ള വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും ഉത്തരം കിട്ടാതെ പോവുക. സുവിശേഷത്തിൽ വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ലോകത്തിന് മുഴുവൻ വേണ്ട വെളിച്ചം ക്രിസ്തുവാകുന്ന വെളിച്ചം. അന്ധകാരത്തിലും ഇരുട്ടിലും ഇരുളിൻ്റെ താഴ്വാരങ്ങളിലും കഴിഞ്ഞിരുന്ന ജനത ഒരു പ്രകാശം കണ്ടു. എന്താണ്? യേശുവാകുന്ന പ്രകാശം. ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നിടത്താണ് ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ബന്ധങ്ങളിലുള്ള ഇരുട്ടും അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളൊക്കെ വിട്ടുപോകുന്ന അനുഭവം ഉണ്ടാകുക. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, പ്രകാശമായ നിത്യപ്രകാശമായ നിന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.